തരൂർ കോൺഗ്രസിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇതാ ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. സണ്ണി ജോസഫിന്റെ ഒരു മികച്ച പ്ലാൻ അത് ഏറ്റിരിക്കുകയാണ്. തരൂർ എഫക്റ്റ് കോൺഗ്രസിന് ഭീഷണിയാകുമോ എന്ന ആശങ്ക നിറഞ്ഞ ചോദ്യത്തിനിടയിലാണ് സണ്ണി ജോസഫിന്റെ മാസ്റ്റർ പ്ലാൻ നടന്നിരിക്കുന്നത്. KPCC അധ്യക്ഷ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ശശി തരൂർ MP പുകഴ്ത്തിക്കൊണ്ട് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ എത്തിയത് തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമെന്ന് ഊട്ടി ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. ശശി തരൂർ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വരേണ്ട ആളാണെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു വെച്ചപ്പോൾ തരൂരിന്റെ മുഖത്ത് ലഡ്ഡു പൊട്ടി. ശശി തരൂർ കോസ്മോപൊളിറ്റൻ ആണെന്നാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലങ്ങാട്ടിന്റെ പ്രതികരണം. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി പരിപാടിയിലാണ് സഭാ അധ്യക്ഷന്മാരുടെ പ്രശംസ വന്നത്. പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനായിരുന്നു ശശി തരൂർ. അതേസമയം പാലാ അതിരൂപതയെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂരും രംഗത്തേക്കെത്തി. മതങ്ങളുടെ സ്വീകാര്യത രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പുവരുത്തണമെന്ന് തരൂർ പറഞ്ഞു വെച്ചു. പാരമ്പര്യത്തിന്റെ പ്രതീകാത്മക സ്ഥലമാണ് പാലയെന്നും തരൂർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം CSI മധ്യ കേരള മഹാ ഇടവക ദിനാഘോഷങ്ങളോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ശശി തരൂർ തന്നെയായിരുന്നു. മനുഷ്യ സമൂഹത്തെ സഹോദരങ്ങളായി കണ്ട് പ്രവർത്തിക്കാൻ കേരള ജനതയെ പഠിപ്പിച്ച CMS മിഷണറിമാരുടെ പ്രവർത്തനം മറക്കാനാവാത്തതാണെന്നാണ് ശശി തരൂർ പ്രശംസിച്ചത്. വേദിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും തരൂരും ഒന്നിച്ചിരിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം രൂപത സുവിശേഷത്തിന്റെ സുഗന്ധമുള്ള നാടാണെന്നാണ് തരൂർ MP അഭിപ്രായപ്പെട്ടത്. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു ശശി തരൂർ. പാലാ ബൈബിളിൽ പറഞ്ഞ പോലെ ഒരു കനാൻ ദേശമാണ്. ദൈവസ്നേഹമുള്ള ഈ നാട്ടിൽ നദികളും മലകളും എല്ലാമുള്ള, അതിലുപരി ദൈവസ്നേഹമുള്ള നാട്ടുകാരുള്ള ഒരു നാടാണ്. മനുഷ്യനെ ദൈവത്തിന് അടുത്ത് കൊണ്ടുവരുന്നതിൽ മാത്രമല്ല കാർഷിക രംഗത്തും സംഭാവനകൾ നൽകിയവരാണ് പാലാ രൂപത മുന്നേറുന്നത് എന്നും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചു. പാലാ രൂപതയുടെ ഈ ആഘോഷം പാലായിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ ആഘോഷമാണെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടത്. പാല ഒരു അവിഭാജ്യ ഘടകമാണെന്നും സണ്ണി ജോസഫ് സൂചിപ്പിച്ചു. അതേസമയം ഡൽഹിയിൽ തന്റെ ഔദ്യോഗിക വസതിയിൽ MP മാർക്കും നേതാക്കൾക്കുമായിട്ട് വിരുന്ന് സംഘടിപ്പിച്ച ശശി തരൂരിന്റെ മാംഗോ ആൻഡ് ചാർട്ട് പദ്ധതി വിരുന്നിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ നിന്നുമുള്ള MP മാരെ ബെന്നി ബെഹനാൻ, ഹൈ ബീഡൻ, ഡീൻ കുര്യാക്കോസ്, ജോൺ ബ്രിട്ടാസ്, V ശിവദാസൻ, NK പ്രേമചന്ദ്രൻ എന്നിവർ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. മൊയ്ത്രയും ഭർത്താവും മുൻ MP-യുമായ പിനാക്കി മിശ്ര, T സുമതി, മിലിംഗ് ദിയോറ, ഭാര്യ പൂജ ഷെട്ടി, K ലക്ഷ്മൺ, രേഖ ശർമ്മ എന്നിവരും പങ്കെടുത്തിരുന്നു. അതേസമയം തരൂരിനെ അകറ്റി നിർത്തുമ്പോഴും തരൂർ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ.